കണ്ണാപ്പി നിനക്ക് തോന്നുന്നുണ്ടോ അവൻ വന്ന് നിന്റെ കൂടെ കളിക്കുമെന്ന്? അണ്ണാ വരും അണ്ണാ. ഞാൻ വിളിച്ച വാസുണ്ട് എവിടെ വേണോ വരും. അണ്ണ നെറ്റ് ഓഫ് ആക്കി കേട്ടോ. ഞാൻ വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ നെറ്റ് ഓഫ് ആക്കി കേട്ടോ അണ്ണൻ. നിങ്ങൾ തങ്ക സാർ ഡയലോഗിന്റെ ഇത് ഇപ്പൊ ഒരു വിളിയുണ്ട് എന്റെ അണ്ണൻ. ഞാൻ എന്റെ ചങ്ക് പറഞ്ഞ രാജ അറിയും. അതാണ് വാസണ്ണൻ. എടാ അവൻ വരത്തില്ലടാ, നിന്റെ കൂടെ കളിക്കത്തില്ലെന്ന് പറഞ്ഞേ. ഇല്ലില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നമ്മൾ ഒറ്റയ്ക്കാന്നൊക്കെ അറിഞ്ഞാൽ അണ്ണൻ വരും. വണ്ടി വരും ഒറ്റയ്ക്കാന്ന്. അത് ഞാനണ്ണ അണ്ണാ വാ കേറണ കേറ് വാ. ഹലോ കേറ് അണ്ണാ. താല്പര്യമില്ല അണ്ണാ കേറണ്ണ. താല്പര്യമില്ല അണ്ണാ ഞാൻ നിർബന്ധിക്കണ്ണ കേറ്. എടാ എനിക്ക് നിന്നെ പോലത്തെ രണ്ട് കുണ്ണാളുടെ കൂടെ കളിക്കാൻ താല്പര്യമില്ല അണ്ണാ. അണ്ണാ ഒരു വട്ടം അണ്ണ പ്ലീസ്. ചിക്കൻ അടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അണ്ണനെ വിളിച്ചത്. എടാ നിന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് എനിക്ക് ഛർദിക്കാൻ വരുന്നു. എനിക്ക് അണ്ണാ ഫസ്റ്റ് അണ്ണാ നമ്മളൊരു ഗെയിം ആദ്യമായിട്ട് കളിക്കുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ അണ്ണാ? ആദ്യമായിട്ട് കളിക്കും, പക്ഷെ നിന്റെ വായ്ത്താളം അഹങ്കാരം അങ്ങനെ അണ്ണാ പ്ലീസ് അണ്ണാ പ്ലീസ് അണ്ണാ. ചിക്കൻ അടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് രണ്ട് പയ്യന്മാരണ്ണാ പ്ലീസ് അണ്ണാ പ്ലീസ്. ഞാൻ പറഞ്ഞില്ലടാ തങ്ക സാർ അവർ തങ്കോ അണ്ണൻ വരുമെന്ന് പറഞ്ഞില്ല. രാജാവ് കൊട്ടാരം വിട്ട് നമ്മുടെ കൂടെ. ഓ രാജാവ് കൊട്ടാരം വിട്ട് വരുന്നതാ പ്രജകളുടെ കൂടെ. അതെ രാജാവ് കൊട്ടാരം വിട്ട് വരുന്നതാ പ്രജകളുടെ കൂടെ. എന്താടാ അണ്ണൻ വരത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ എവിടെ? ആ പോക്കിനാണ് ജോലിക്കെണ്ണം പോയി. ചരിത്രത്താ പോക്കിന് പോയേട്ടാ. അണ്ണൻ വരൂലെന്ന് പറഞ്ഞവരൊക്കെ എവിടെ? ലെഫ്റ്റ് അടിച്ചാ നീ ലെഫ്റ്റ് അടിച്ചാ? റീകണക്ഷൻ ഇനിയാണ് ചരിത്രം. ഞാൻ പറഞ്ഞില്ലേ തങ്കോ സാർ എന്ന് പറയുന്നത് എന്റെ എക്സാമ്പിൾ ആണ് അണ്ണൻ. അണ്ണാ നമ്മള് പറഞ്ഞില്ലേ സരക്കണ്ണ അണ്ണൻ വരുമെന്ന്. നമ്മളെ ഇറക്കി. അതെ കുറച്ച് കഴിയുമ്പോ അവൻ തന്നെ ഇറക്കിക്കോളൂ. ഇറക്കേണ്ടി വരുള്ളൂ. അണ്ണനെ ഞാൻ ഇറക്കി. ജീവിതം പറക്കും, ഞാൻ ഉറപ്പ് ഇട്ടരാം. ഒരിക്കലും അണ്ണ അത് അണ്ണ ഇത് കഴിഞ്ഞ് വാസണം മാച്ച് കഴിഞ്ഞിട്ട് അണ്ണൻ എടുത്ത് വന്നിട്ട് പറിച്ചിട്ട് സാർ. കണ്ണാപ്പി ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് എനിക്ക് കക്കൂസി പോകാനാണ് തോന്നുന്നത്. മെയിനായിട്ടൊരു കാര്യം എനിക്ക് ഇവിടെ ബാക്കി കേരളത്തിൽ പബ്ജി പി സ്ട്രീം ചെയ്യുന്ന ഒരുപാട് PO ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വേറെ ഏതോ ഗെയിമാണ് നീ കളിക്കുന്ന. രണ്ട് നിന്നെ ആ ഫേസ് ക്യാമിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു ഞാൻ. 3 നിന്റെ ശബ്ദം. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളോട് കളിക്കാൻ വന്നല്ലോ. അതാണ് സ്നേഹം. ആ തുടങ്ങ് നമ്മളെ ഡ്രസ്സൊക്കെ ഉണ്ടോ നമ്മളെ? നമുക്ക് വില കൂടിയ ഡ്രസ്സുകളുണ്ട്, ഇടാൻ വയ്യ നമ്മളെ ആൾക്കാർക്ക്. നമുക്ക് അല്ലണ്ണ നമ്മള് സിംപ്ലിസിറ്റി ആണ് നമ്മുടെ മെയിൻ. അതാണ് നമ്മുടെ മെയിൻ. അപ്പൊ അണ്ണാ നമ്മുടെ ചാലഞ്ച് അറിയാലോ. ചാലഞ്ച് എന്ന് പറഞ്ഞാ 150 ദിവസം കൊണ്ട് 1111 കില്ല്. 150 ദിവസം അത്ര അടിച്ചത് എന്ത് കിട്ടും? അത്ര അടിച്ച 25,000 കിട്ടും. പുള്ളി ആ പൈസ എപ്പോഴും എടുത്ത് മറിച്ച് അറിയാവോ? കാരണം നിനക്ക് തരണ്ടെന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാം. അപ്പൊ പുള്ളി ഓൾറെഡി ആ പൈസ മറിച്ച് കളഞ്ഞു. ചലഞ്ച് നാളെ എന്തായാലും പൈസ മറിച്ച് എന്തോ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിട്ട് പൈസ മറിച്ച് കഴിഞ്ഞു. എല്ലാരും കണ്ണനെ ഫോളോ അണ്ണനെ ഫോളോ അണ്ണനെ ഫോളോ ഞാൻ അണ്ണനെ ഫോളോ ചെയ്ത് അണ്ണ കുത്തിക്ക് അണ്ണ ഹോട്രോപ്പേ ലേറ്റ് ഇത് ലേറ്റായി അണ്ണ എനിക്ക് പാരഷൂട്ടിൽ അടി വരുന്നു അണ്ണാ. എനിക്ക് വരുന്നു കൊണ്ട് അണ്ണാ ഏത് കണ്ടീനർ ഇറങ്ങുന്നത്? പച്ചയാണോ പച്ച എന്റെ ഇപ്പോഴത്തെ പച്ച മാർക്ക് ഇതില് പ്രശ്നാവേ. ഓക്കെ ഞാൻ T2 ആയിരുന്നു. T2 ആയിരുന്നല്ലേ? ഓക്കെ അതല്ല. T1ന്റെ ഫുൾ ഫോം എന്താണ് അബി? അണ്ണാ തെങ്കാശി.
അതായത് നമ്മള് കുറച്ച് ഫ്രണ്ട്സ് നടത്തുന്ന ടീം ഉണ്ടായിരുന്നു. നമ്മൾ ടൂർണമെന്റ് ടീം. ആ കൂട്ടവിടെ പോയി. അത് പോയി ഇഷ്ടപ്പെട്ടോടാ? വാസണ്ണം അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വന്ന് പറഞ്ഞു. നീ ഉറക്കം അടിച്ചോളടാ ഇകളെ. ഓ ചേട്ടാ അതുകൊണ്ടാ കണ്ണാപ്പി നീ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഒരു അടിയേ ഈ സൈഡ് വാടാ. അതേ വരുന്നാണ്. എടാ സക്കീറ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. അറിയാതെ ഏതൊരുത്തനാണ്. പിന്നെ അവിടെ ലൂട്ടില്ലെന്ന് പറഞ്ഞ് കണ്ടവന്റെ കട്ടെടുക്കാൻ തന്നെ എന്തിനാ? സക്കീറ നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തൂടെ സ്വന്തമായിട്ട് സക്കീറ? എന്തെങ്കിലും എടുത്തൂടെ? ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. അണ്ണാ ജാമർ പാക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാണ് സംഭവം? അത് എന്തോ ഗുണം അതുകൊണ്ട്? അതെടുത്തിട്ട് സോണ് ദേഹത്ത് അടിച്ചാൽ ഡാമേജ് വരുമല്ലോടാ. അപ്പൊ അത് ആണോ? അന്ന് അതെടുത്തിട്ട് സോണിന്റെ പുറത്തിടന്നിട്ട് അവസാനത്തെ സോണി കയറിയ പോരെ. ഓ അത് ശരിയാണല്ലോ. അല്ല അങ്ങനെ സോണിലെ കയറണല്ലോ. അതൊന്നും ഇട്ടോണ്ട് ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് ഉണ്ടാ. നീയൊക്കെ എന്ത് മൈരന്മാരാ. നീയൊക്കെ എങ്ങനെയാണോ കളിക്കുന്ന ഒരു കളി? എടാ അത് കൊള്ളാതെ കേട്ടോ ഇതിന്റെ ഐഡിയ. പാർക്കോ അടിയിട്ടി ബോബോയ്ക്ക് എന്തോന്ന് അടിയിട്ടി നിന്ന് മേടിക്കുന്നുണ്ടല്ലോ. ബോബോ എവിടുന്ന് അടി വരുന്നേ? അറിയില്ലണ്ണ. വെടി കൊണ്ടോ അത്രയും ഓർമ്മയുള്ളൂ. അണ്ണാ M24 ആണ്. M24 ഇന്നാ അല്ല അണ്ണന്റെ ഉണ്ടെന്നല്ല. അവനും വെടി വെക്കുന്ന M24 വെടിയൊക്കെ അറിയാ തന്നെ. വെടിയൊക്കെ അറിയാ തന്നെ. വീടിന്റെ സൈഡിലാണ്. വീടിന്റെ സൈഡ്. മാറ് കൊണ്ടുവച്ച് അണ്ണാ ഈ സൈഡാണ്. വീട് സൈഡിൽ നിന്നാ. എവിടെ 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 കണ്ടോ? വീട് ഏത് വീട് മാർക്ക്? ഇവിടെ എവിടെ? ഞാൻ ഇന്നലെ അത്ര നേരം ഇരുന്ന് തോന്നി. നാളെ അണ്ണൻ കളിക്കുമ്പോ നമ്മളെ കൂടെ കൂട്ടുവണ്ണ. ഇല്ല. അണ്ണാ ഒന്ന് കൂട്ടണ്ണ. നമുക്ക് ചിക്കൻ അടിക്കാനുള്ള ഇതുകൊണ്ടല്ലേ അണ്ണാ. ആകെ വയ്യാത്തണ്ട വേറെ ഒന്നും വിചാരിക്കില്ല കണ്ണവര. അണ്ണാ എനിക്കറിയാലോ അണ്ണാ. എനിക്കറിയാലോ അണ്ണാ. എനിക്കറിയാലോ അണ്ണ. അണ്ണന് വയ്യാത്തല്ലേ അണ്ണ ഇവിടെ കളിക്കുമെന്ന് എനിക്കറിയാലോ അണ്ണാ. എന്റെ അണ്ണൻ പോടാ കൊണ്ട് നിന്റെ ഒന്നും കൂടെ കളിക്കാൻ എനിക്ക് സൗകര്യമില്ല. അവന്റെയൊക്കെ ഊമ്പിയ കളി അത്